ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോണത് പിച്ചൽ കാർ ഗെയിമാണ്. പക്ഷേ ഇത് ഗെയിമല്ല, ഞാൻ ഗെയിം കളിച്ചുണ്ടാക്കിയ പൈസ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 23 കോടി രൂപയാണ്. അതിൻ്റെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ കിട്ടും 23 കോടി അല്ലെങ്കിൽ 40 100 കോടി രൂപ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് ഈ ടൂർണമെൻറ്റ് വഴി നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡയമണ്ട് ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ ഫസ്റ്റ് തുടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല, മോഡിഫൈ ചെയ്യണ കാര്യങ്ങൾ അറിയില്ല, സ്പീഡ് ഉണ്ടാവില്ല. ഫൈനൽ വരെ എത്തെങ്കിലും ഫൈനൽ എത്തുമ്പോഴേക്കും കാർ പെട്ടെന്ന് സ്പീഡിൽ പോകുന്നതാണ്. എനിക്ക് കുറേ അനുഭവം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ മിക്ക വണ്ടി സൂപ്പറ GTR 3 അത് ഞാൻ വെറുതെ പേരിട്ട് കണ്ടാട്ടാ, അതുകൊണ്ടല്ല. ഞാൻ സൂപ്പർ വെച്ച് കളിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. അത് നമുക്കൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടൈഗറൊക്കെ കിട്ടും നമുക്ക്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ എൻ്റെ ഇതായിട്ട് കൊടുക്കാം, ഞാൻ എൻ്റെ തംബ്ലൈനായിട്ട് കൊടുക്കാം. ഓക്കെ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൂർണമെൻറ്റ് കളിച്ച് നോക്കാം. ഇതിൽ എങ്ങനെയാണത് കാണിച്ചു തരാം. ഒരു കളി മാത്രമേ ഞാൻ കളിക്കുള്ളൂ. എൻ്റെ പൈസ പോയാലും എനിക്ക് പ്രശ്നമില്ല. 23 കോടിയിൽ 4 അല്ല 30 60 കോടി എത്തിക്കാൻ നമുക്ക് പറ്റും നോക്കാം ഗായ്സ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് നമ്മൾ ടൂർണമെൻറ്റ് കളിക്കുന്നത്. ഇത് ക്വിക്കാലിറ്റി ഫൈനൽസ് ആണ്. അപ്പോൾ ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഫസ്റ്റ് ആയിട്ട് സ്പീഡ് പോയിട്ട് സെക്കൻഡിൽ എടുപ്പിക്കും. RPM വേറെ ഒന്നും സെക്കൻഡിൽ എടുക്കില്ല. RPM കയറി നമ്മൾ ജയിച്ചു. വെയിറ്റിംഗ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗെയിമിന് ബാക്കൗട്ട് ആവുന്നത് ഇത് ഫൈനൽ വരെ ഇങ്ങനെയായിരിക്കും. അപ്പം എൻ്റെ ആ പൈസ പോയി പോട്ടെ, നമുക്ക് ഇനി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ മെത്ത്. ഞാനിത് എല്ലാ വണ്ടിയിലും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ വണ്ടിയിലും എത്തിയിട്ടാണ് ഞാൻ ചെയ്യാറ്. എത്തിയിട്ടാണ് ഞാൻ ചെയ്യാറ്. പക്ഷെ എത്തിയിട്ട് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാക്സിമം ഞാൻ പറഞ്ഞുതരാം. ടർബോ ഒരു R2 ടൂർണമെൻറ്റിൻ്റെ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ ചെയ്താൽ മതി. അപ്പോൾ R2H അതിലൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളത് ചെയ്താൽ മതി. ഓക്കെ, എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു തന്നു. കാറ് ഇത് BMW ഇതൊക്കെയുള്ളൂ. ഇതൊക്കെ ഞാൻ മോഡിഫൈ ചെയ്യുന്ന ലിങ്കും ഞാൻ കൊടുക്കാം അടിയിൽ. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ള റീലേറ്റിംഗ് വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം.